അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ദുൽഖഅദ മാസത്തിലാണ് നമ്മളുള്ളത്. ദുൽഖഅദ മാസത്തിൻ്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയുടെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. അതിൽ 4 പവിത്രവുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. ഈ 4 മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സലാസുൻ മുതവാലിയാത്ത്, 3 തുടരെ വരുന്നതാണ്, അഥവാ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. മറ്റൊന്ന് വറജബ്, മുദർ ഗോത്രത്തിൻ്റെ റജബും ആണ് എന്നാണ്. ഈ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. ഈ 4 മാസങ്ങൾ യുദ്ധം ഒരിക്കലും പാടില്ല എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞ ശേഷം തുടർന്നു പറഞ്ഞത്, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഈ മാസങ്ങളിൽ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 4 പവിത്രമായ മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായി തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ 4 പവിത്രമായ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏറെ പവിത്രമുള്ളതും അവക്ക് ഏറെ ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭിക്കുന്നതാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതേപോലെ തന്നെ ഈ മാസങ്ങളിൽ നമ്മൾ തിന്മ ചെയ്താൽ ആ തിന്മകൾക്ക് കാഠിന്യവും കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഹറം എന്ന് മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞതിൻ്റെ മഅനയായിക്കൊണ്ട് ഉദ്ദേശമായി തഫ്സീർ റാസിയിൽ അല്ലാമ റാസി പറയുകയാണ്, അന്നൽ മഅസിയത ഫീഹ അശദ്ദു ഇഖാബൻ, ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾ അത് ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന വിഷയമാണ്. വത്താഅതു ഫീഹ അക്സറു സവാബൻ, ഈ മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ത്വാഅത്ത്, അനുസരണം, നന്മകൾ ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യവും ആണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്താൽ ആ തിന്മകൾക്ക് കാഠിന്യമേറെയാണ്, ശിക്ഷകൾ അധികമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ വിശദീകരണമായി കൂടെ പറഞ്ഞ വിഷയം വളരെ പ്രധാനമാണ്. ഫീ ഹാദിഹിൽ അശ്ഹുറുൽ മുഹറമ, ഈ ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ഈ മാസങ്ങളിൽ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞതിന് ഉദ്ദേശമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ അക്രമം പ്രവർത്തിക്കരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. കാരണം ലിഅന്നഹാ ആഖദ് വ അബ്ലഗ് ഫിൽ ഇസ്മി മിൻ ഗൈരിഹാ, കാരണം ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾ, ഈ മാസങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അത് വളരെ കാഠിന്യമുള്ളതും മറ്റു മാസങ്ങളെക്കാൾ ഏറെ കുറ്റം കിട്ടുന്ന വിഷയമാണെന്ന് പഠിപ്പിക്കുന്നത്. കമാ അന്നൽ മആസി ഫിൽ ഹറമി തുളഅഫ് ലിതുളഅഫ്, കാരണം ഹറമിൽ നിന്ന്, മസ്ജിദുൽ ഹറമിൽ നിന്ന്, മക്കയിൽ നിന്ന്, അതേപോലെ തന്നെ ഇഹ്റാമിലായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അതിന് ശിക്ഷകൾ അത് അധികരിക്കും എന്നതുപോലെ തന്നെ ഈ മാസങ്ങളിലെ തിന്മകളും അധികരിക്കുമെന്നാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മാസങ്ങളിൽ തിന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് അല്പം ശ്രദ്ധ ഉണ്ടാക്കേണ്ടതുണ്ട്. മറ്റു മാസങ്ങളിൽ തിന്മകൾ ചെയ്ത് ലഭിക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതൽ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് കാഠിന്യം കൂടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മാസങ്ങളിലെ തിന്മകൾക്ക് കാഠിന്യമേറുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ മാസങ്ങളിൽ തിന്മകളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കാൻ, ആ രൂപത്തിൽ എന്തൊക്കെ ജീവിതത്തിൽ തിന്മകളുണ്ടോ ആ തിന്മകളെല്ലാം പരിപൂർണമായി മാറ്റിവെക്കുവാൻ നമ്മൾ ഈ മാസങ്ങളെ മാതൃകയായി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ 3 മാസങ്ങളിൽ തുടർച്ചയായിക്കൊണ്ട് നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായും ആ തിന്മകളെ മാറ്റിവെക്കുവാൻ, പറിച്ചു മാറ്റുവാൻ നമ്മൾക്ക് സാധ്യമാകും. അതുകൊണ്ട് ഈ മാസങ്ങളിലെ തിന്മകളുടെ കാഠിന്യം മനസ്സിലാക്കി പരിപൂർണമായും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.